അയ്യപ്പ സംഗമങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡിന്റെ ഒരു ആഗോള അയ്യപ്പ സംഗമം, പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ. അതിനുശേഷം ഇന്ന് ഞാനുള്ളത് പന്തളത്തിന്റെ മണ്ണിലാണ്. എന്നോടൊപ്പം RSS നേതാവ് ശ്രീ ജെ നന്ദകുമാറാണ് ചേരുന്നത്. നമസ്കാരം സർ. ഈ യഥാർത്ഥ അയ്യപ്പന്റെ അവകാശികൾ ആരെന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പന്റെ അവകാശികൾ അയ്യപ്പന്റെ ഭക്തന്മാരാണ്. അയ്യപ്പനെ ആരാധിക്കുകയും അയ്യപ്പനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കാണ് അയ്യപ്പനിൽ എന്തെങ്കിലും അവകാശപ്പെടാനുള്ളത് സത്യത്തിൽ. അതുകൊണ്ട് ആരാണ് അവകാശി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അയ്യപ്പന്റെ ഭക്തന്മാരാണ് അയ്യപ്പന്റെ അവകാശികൾ. അയ്യപ്പനെ നശിപ്പിക്കണം, അയ്യപ്പന്റെ ക്ഷേത്രം തന്നെ കൊത്തിക്കളച്ച് കപ്പയിട്ടാലേ നാട് നന്നാവൂ എന്ന് പറഞ്ഞു നടന്നവർ പ്രത്യയശാസ്ത്രം പൊളിഞ്ഞു കഴിയുമ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം വോട്ട് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ കപടവേഷം ധരിച്ച് എത്തുന്നത് സ്വയം വാസുദേവനായി ചമയുന്ന പൗണ്ഡ്രക വാസുദേവന്റെ കഥ ഭാഗവതം പറയും. ഏതാണ്ട് അതുപോലെയാണ്. ജീവിതത്തിൽ ഇന്നോളം ഭഗവത്ഗീത എന്ന പുസ്തകം എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും അറിയാത്ത ആളുകൾ ഭഗവത്ഗീത കോട്ട് ചെയ്തു തുടങ്ങുന്നു. അതിങ്ങനെ കൊച്ചുകുട്ടികൾ പാഠം ചൊല്ലി പഠിക്കുന്നത് പോലെ പറയുന്നതല്ല സത്യത്തിൽ ഭഗവത്ഗീത. ഭഗവത്ഗീത ജീവിതത്തിൽ ആവിഷ്കരിക്കാനുള്ളതാണ്, സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ളതാണ്. ഇത് കാപട്യമാണ്. കാപട്ടികന്മാർക്കുള്ളതല്ല അയ്യപ്പൻ. അയ്യപ്പൻ ഈ സർവ്വ കാപട്യങ്ങൾക്കും അതീതമാണ്. അങ്ങനെയുള്ള അയ്യപ്പനോട് ബന്ധമുള്ള, അയ്യപ്പൻ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യമുള്ള, അയ്യപ്പനിൽ സർവസ്വം സമർപ്പിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തർ. അവർക്കുള്ളതാണ് അയ്യപ്പൻ. ഈ ശരിക്കും ഇപ്പോൾ ഉള്ളൊരു മാറ്റം ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നമ്മൾ കണ്ടു. CPMന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് മാറ്റം. താങ്കൾ പറഞ്ഞ പോലെ ഭഗവത്ഗീത കോട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. തത്വമസിയെക്കുറിച്ചൊക്കെ വാചാലനാകുന്ന പിണറായി വിജയൻ നമ്മൾ കണ്ടു. ആ മാറ്റത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമുക്ക് ഈ തത്വമസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് നീയാകുന്നു. നോൺ ഡ്യുവാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അദ്വൈതമാണ്. അദ്വൈതത്തിന്റെ ഏറ്റവും സുന്ദരവും ഏറ്റവും സൂക്ഷ്മവുമായ വിശദീകരണം നടത്തുന്ന മഹാവാക്യങ്ങളിൽ 4 മഹാവാക്യങ്ങളിൽ ഒന്നാണ് തത്വമസി എന്ന് പറയുന്നത്. വെളിപ്പെടുത്തട്ടെ, തന്റെ ഇടത്തോടു കൂടി പറയട്ടെ, ഞങ്ങൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഉപേക്ഷിച്ചിട്ട് ഭാരതീയ സനാതന ധർമ്മത്തിലെ നോൺ ഡ്യുവാലിറ്റി അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തെ തത്വമസി അംഗീകരിക്കുന്നു. ഇത് പറയാനുള്ള തന്റെ ഇടം ഉണ്ടാകണം. ഇപ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുത്ത ഒരു നേതാവ്, ഒരു സാമുദായിക സംഘടനാ നേതാവ് പറഞ്ഞു, സഖാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ കേസെടുക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭക്തനായി. അദ്ദേഹം 2 തവണ ശബരിമലയിൽ പോയിട്ടുണ്ടെന്ന്. വരും. ഭക്തനായതുകൊണ്ട് ഭക്തൻ എന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നം അതല്ല. ഇന്ന് എളമരം കരീമിനോട് പത്രക്കാർ ചോദിച്ചു ഈ പറഞ്ഞതിനെ കുറിച്ച്. അദ്ദേഹം ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം സഖാവ് കരീം പറഞ്ഞു, പിണറായി വിജയൻ ഭക്തനല്ല, അദ്ദേഹം ഒരു മെറ്റീരിയലിസ്റ്റാണ്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്. പിണറായി വിജയൻ ഇതുവരെയും തന്റെ ഇടം കാണിക്കുന്നില്ല. ഇപ്പോൾ ഈ ധൈര്യമുള്ള ആളാണ്, ഞാൻ ഈ ഊരിപ്പിടിച്ച കത്തിയുടെ ഇടയിലൂടെ നടക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തനിക്ക് ബോധ്യമുള്ള കാര്യം തന്റെ ഇടത്തോടെ പറയണ്ടേ? പറയുമ്പോൾ എന്തു വേണം? ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ നിയമം എന്താണ്? ഹി മസ്റ്റ് ബി എ മെറ്റീരിയലിസ്റ്റ്. കാരണം കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ് ഏറ്റവും അടിസ്ഥാനപരമായ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. എൻ്റെ ഇതുവരെയുള്ള അറിവനുസരിച്ചും വായനയനുസരിച്ചും ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാർക്സിനെ തള്ളിപ്പറയാത്ത, ഭൗതികവാദത്തെ നിരാകരിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് തത്വമസി എന്ന അദ്വൈതവാക്യം പറയാൻ കഴിയുന്നത്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാപട്ടികം. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു വിശ്വാസമാവുക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതിലേക്ക് മാറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് രണ്ടല്ലേ? ഞാൻ അതാ ചോദിക്കുന്നത്. ഒന്നെന്താ പറയുന്നത്? ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അത് കാപട്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു ചാനലിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഭക്തലക്ഷണത്തെക്കുറിച്ച് 12-ാം അധ്യായത്തിലെ ഭക്തലക്ഷണം അദ്ദേഹം പറയാൻ ശ്രമിച്ചു, പാവം. പക്ഷേ 3-ാം അധ്യായം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ 12-ാം അധ്യായത്തിലേക്ക് എത്തിയിരിക്കുക. 3-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമുണ്ട്. അത് മിഥ്യാചാരന്റെ ലക്ഷണമാണ് പറയുന്നത്. മിഥ്യാചാരൻ എന്ന സംസ്കൃത വാക്കിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇംഗ്ലീഷ് പരിഭാഷ ഹിപ്പോക്രറ്റ്. ആരാണ് ഹിപ്പോക്രറ്റ്? കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തി മനസാസ്മരൻ എന്ന് തുടങ്ങുന്നതാണ്. ഞാൻ ശ്ലോകമൊന്നും പറയുന്നില്ല. അതായത് തന്റെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് സദാ ഇന്ദ്രിയ വസ്തുക്കളിൽ വ്യാപരിക്കുന്നവനാണ് ഒരർത്ഥത്തിൽ ഹിപ്പോക്രറ്റ് അല്ലെങ്കിൽ മിഥ്യാചാരൻ എന്ന് പറയുന്നുണ്ട്. സഖാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കാപട്യം നിറഞ്ഞതാണ്. പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ ഈ പ്രത്യയശാസ്ത്രപരമായ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയണം. അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നു എന്ന് പറയണം.
അല്ലാതെ ഇതെന്തിനാണ് പറയുന്നത്? അല്ലെങ്കിൽ അത് അറിയുന്ന ആരെങ്കിലും പറയട്ടെ, അവരെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കൂ. ഇപ്പോൾ നമ്മൾ ഇന്ന് വളരെ വ്യക്തമായി കണ്ടില്ലേ, ഇത് ഉള്ളിൽ നിന്ന് വരുന്നതല്ല എന്നതിന്റെ ലക്ഷണമല്ലേ? കല്ലും മുള്ളും എന്താണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരണം വിളിക്കാൻ അറിയില്ല. എന്താണ് ശരണം വിളി എന്നറിയില്ല. കാലിക്കുത്ത എന്നൊക്കെയാണ് പറഞ്ഞത്. അറിയില്ല, എഴുതി കൊടുത്ത ആൾക്ക് അക്ഷരം പിഴഞ്ഞു പോയതാണോ എന്നറിയില്ല. അതിനപ്പുറത്തേക്ക് ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ദേവസ്വം എന്താ, ദേവന്റെ സ്വത്ത് ഭരിക്കുന്ന ആളാണ്. അദ്ദേഹം ചുരുങ്ങിയ പക്ഷം ദേവന്റെ മന്ത്രങ്ങൾ, എല്ലാ മന്ത്രമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അവിടുത്തെ ആചാരങ്ങളെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? എങ്ങനെയാണ് ശരണം വിളിച്ചത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ, ചെങ്കൊടി ഉയർത്തിയതിനു ശേഷം ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന ഗൗരവത്തോടെയോ ലാഘവത്തോടെയോ എനിക്കറിയില്ല. എന്തായാലും വിളിച്ചത്, കാരണം അദ്ദേഹം പറയുന്നത് ഈ ആക്ഷൻ രാജാവിന്റെ മുന്നിലാണ്. ഞാൻ കൈയടിച്ചൊരു ആക്ഷൻ കാണിച്ചു എന്ന് പറയുന്ന ആളുടെ മുന്നിലാണ് പറയുന്നത്. അപ്പൊ ആക്ഷൻ കൃത്യമായിരിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ശരണം വിളിച്ചത് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത് പോലെ വിളിച്ചു. പിന്നെ കൈ ചുരുട്ടി മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അബദ്ധമായെന്ന്. അതങ്ങ് താഴ്ത്തിയത് എങ്ങനെ? മറ്റൊരു നേതാവ് ദേവസ്വം മന്ത്രിയുടെ കയ്യിലേക്ക് പൂജാരി തീർത്ഥമൊഴിച്ചു കൊടുത്തപ്പോൾ എപ്രകാരമാണോ അറിയാതെ വാങ്ങിയതും പിന്നെ തുടച്ച് കൈ കഴുകുന്ന പോലെ കഴുകിക്കളഞ്ഞതും, അതേപോലെ ഇന്നലെ ദേവസ്വം പ്രസിഡന്റ് ഈ ശരണം വിളി തെറ്റായ ആക്ഷനോടുകൂടി നടത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴത്തേക്കാക്കുന്ന കണ്ടു. ഇതെല്ലാം കാണിക്കുന്നത് ഉള്ളിലൊരു സത്യം ഉണ്ടല്ലോ എല്ലാവരുടെയും, അത് തമ്മിലുള്ളൊരു വലിയ ദ്വന്ദ്ം അവരുടെ ഉള്ളിൽ നടക്കുകയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ ആന്തരികമായ വിസ്ഫോടനത്തെ നേരിടുകയാണ്, നേരിട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അത് ഇംപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്തതിൽ ഒരു പ്രശ്നമുണ്ട്. RSSന്റെ ഒരു നിലപാട് എന്താണ് സ്ത്രീ പ്രവേശന വിഷയത്തിൽ ശബരിമലയിലെ? അതിനകത്തൊരു അവ്യക്തത ഉണ്ടോ ഇപ്പോഴും? ഒരു അവ്യക്തതയുമില്ല. വളരെ വ്യക്തമായി RSSന്റെ സർസംഘചാലക് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രദേവതയുടെ നിർദ്ദേശപ്രകാരം, അങ്ങനെയാണ് ആ കൽപ്പന, നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. നമ്മൾ എല്ലാ ഹിന്ദു ദേവാലയങ്ങളും ദേവത ഒന്നാണ്, പേരുകൊണ്ട് ഒന്നാണെങ്കിൽ പോലും ഓരോ ക്ഷേത്രത്തിലെയും ആചാരം വ്യത്യസ്തമാണ്. ശിവക്ഷേത്രങ്ങൾ ലക്ഷക്കണക്കിനുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ആ ശിവക്ഷേത്രങ്ങളിൽ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും 3/4 വട്ടമേ എടുക്കുകയുള്ളൂ പ്രദക്ഷിണം, തിരിച്ചു വരണം. പക്ഷേ ചില ശിവക്ഷേത്രങ്ങളുണ്ട്, ആ ശിവക്ഷേത്രങ്ങളിൽ മുഴുവൻ പ്രദക്ഷിണം വയ്ക്കാം. ഞാൻ ഒരു ശിവക്ഷേത്രത്തിൽ പോയപ്പോൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ കിരാതവേഷധാരിയായ ശിവന്റെ ക്ഷേത്രങ്ങളുണ്ട് പലയിടത്തും, അവിടെ പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാം. അവിടെ ഞാൻ പോയപ്പോൾ ശിവക്ഷേത്രമായിരുന്നു, അവിടെ ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ ചെയ്യാൻ ആരെങ്കിലും പുറപ്പെട്ടാൽ അതിനെ തടയുന്നവര് അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണോ? അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? അതുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ ക്ഷേത്രത്തിനും. ഇപ്പൊ ശബരിമല അയ്യപ്പന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഒരു 10-12 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് 4 അല്ലെങ്കിൽ മൊത്തം 4 അയ്യപ്പൻ ഉൾപ്പെടെ 4 ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. ബാക്കി 3 ക്ഷേത്രത്തിലും ഏത് പ്രായപരിധിയിലുള്ള മഹിളകൾക്കും പോകാം. അവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠയുടെ സങ്കല്പം എന്തോ ആ സങ്കല്പ പ്രകാരം അവിടെ ഇങ്ങനൊരു നിബന്ധന വെച്ചിരിക്കുന്നു. പക്ഷെ ഇതിന് കൊടുത്ത പ്രചരണം എന്താ? സ്ത്രീകളെ നിഷേധിക്കുന്നു എന്നാണ്. സ്ത്രീകൾ സത്യത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെ?